രൗദ്രതാണ്ഡവം. രചന അവതരണം നന്ദു അച്ചു കൃഷ്ണ. കഴിക്കാൻ വരുന്നില്ലേ? അവിടുന്ന് നടന്നു വരുന്ന കണ്ടപ്പോഴേ ഒരിക്കൽ വായിച്ചു മറിച്ച പേജുകൾ പിന്നെയും ആദ്യം മുതലെടുത്ത് വായിക്കാൻ വെച്ചതാണ്. അടുത്തു വന്ന് നിന്നിട്ടും ഇത്രയും നേരമൊന്നും ചോദിക്കാതെ വന്നപ്പോൾ ഒന്ന് സംശയിച്ചിരുന്നു. ഇപ്പൊ ഓക്കെയായി. ഇനിയിപ്പൊ ഞാൻ മിണ്ടാതിരിക്കുന്നത് കൊണ്ട് അവളും പിണങ്ങി പോകുമോ എന്ന് ഇടയ്ക്കെങ്കിലും ഒരു നിമിഷം സംശയിച്ചിരുന്നു. പക്ഷെ ഇതെന്റെ ധാത്രിക്കുട്ടിയല്ലേ? ആ ഒരു ചിന്തയിൽ പോലും അവന്റെ മുഖം വിടർന്നു. അതേസമയം താൻ അടുത്തു വന്ന് നിന്നിട്ടും നോക്കാതെ ഇരിക്കുന്ന കണ്ടാണ് അവസാനം ദേഷ്യം കൊണ്ട് ചോദിച്ചത്, എന്നിട്ടെന്താ മിണ്ടാതെ ഭൂതം പോലെ ഇരിക്കുന്ന കണ്ടില്ലേ? പെണ്ണിന് ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ടായിരുന്നു. വിച്ചേട്ടാ വാ കഴിക്കാം. ഓട്സോ കോൺഫ്ലെക്സോ? ഫയലിൽ നിന്നും മുഖം ഉയർത്താതെ തന്നെ അവൻ ചോദിച്ചതും പെണ്ണിന്റെ നെറ്റി ഒന്ന് ചുളിഞ്ഞു. ഓട്സോ? സ്പൂണും കൊണ്ട് കഴിക്കാൻ അതായിരിക്കും എളുപ്പം. അതുകൂടി കേട്ടതും അവൾക്കാകെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. അങ്ങനെ ഏട്ടൻ ഇപ്പോൾ സ്പൂണും കൊണ്ടൊന്നും കഴിക്കണ്ട, ഇഡലി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതെനിക്ക് ഈ കൈ കൊണ്ട് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്, സോ ജ്യൂസ് മതി. ഇതൊരു നടക്ക് പോകില്ല. ഇന്ന് ഞാൻ വേഗത്തിൽ വന്ന് ഒരു പാത്രത്തിൽ ഇഡലി സാമ്പാറും എടുത്തുകൊണ്ട് പോകുന്നവളെ അഗ്നിയും ഉത്തരയും കണ്ടെങ്കിലും എന്തെങ്കിലും ഒന്ന് ചോദിക്കുന്നതിന് മുന്നേ തന്നെ അവൾ അതുമായി പോയിരുന്നു. താൻ പറഞ്ഞതിന്റെ വാശിക്ക് പെണ്ണിനെ ഇറങ്ങിപ്പോയോ ദൈവമേ എന്നൊരു വെപ്രാളത്തോടെ വംശി അവൾ പോയ വഴി നോക്കുമ്പോൾ കാണുന്നത് പ്ലേറ്റിൽ ഇഡലിയുമായി വരുന്നവളെയാണ്. അവന്റെ ചുണ്ടിൽ ഒരു ചിരി ഊറിക്കൂടി. അപ്പൊ ഞാൻ വിചാരിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ. പെണ്ണെന്നെ മാമൂട്ടാൻ വരികയാണ്. കൊള്ളാം കൊള്ളാം, നടക്കട്ടെ. അവൻ ഒന്നുകൂടി ഇളകിയിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവൾ അവന്റെ ഇഷ്ടത്തിനൊപ്പം നിൽക്കാൻ തുടങ്ങിയപ്പോ മുതൽ തുടങ്ങി ഇളക്കവാ ചെറുക്കന്. ഇതിപ്പോ അങ്ങ് പൂത്തുലഞ്ഞെന്നേ ഉള്ളൂ. അവൻ അങ്ങനെ ഇരിക്കെ പെണ്ണ് വന്നവന്റെ തൊട്ടടുത്തേക്കിരുന്നു. ഇവിടെ പിന്നെ കണ്ണ് രണ്ടും ഭയലിലാണല്ലോ. ദേഷ്യം കൊണ്ട് ആകെ പുകഞ്ഞിരുന്നവൾ അവന്റെ കയ്യിൽ നിന്ന് ആ ഫയൽ പിടിച്ചു വാങ്ങി മുന്നിലെ ടേബിളിലേക്ക് ഇട്ടു. ധാത്രി, മിണ്ടി പോകരുത്. പോട്ടെ പോട്ടെ നിൽക്കുമ്പോ തലേ കയറുക അല്ലേ? ചോദിക്കുന്നതിന്റെ ഒപ്പം തന്നെ അവൾ ആദ്യത്തെ പീസ് ഇഡലി അവന്റെ ചുണ്ടിലേക്ക് വെച്ചിരുന്നു. ധാ, മിണ്ടാതിരുന്ന് കഴിച്ചോ, അല്ലെങ്കിൽ ആ വിച്ചേട്ടൻ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ പോണത്. പെണ്ണ് കണ്ണുരുട്ടി കലിപ്പിച്ചു പറഞ്ഞതും അവളെ പേടിച്ച പോലെ അവനാ വായി തുറന്നു. ആ നേരം വരെ ദേഷ്യവും സങ്കടവും മാത്രം നിഴലിച്ചു നിന്ന മുഖം പെട്ടെന്നാണ് തെളിഞ്ഞത്. അപ്പൊ ഞാൻ പേടിപ്പിച്ചാലും വൈകുണ്ഠത്തിൽ വംശി പേടിക്കും എന്നൊന്നും നീ കരുതണ്ട. പെട്ടെന്നുള്ള വംശിയുടെ പറച്ചിലിൽ അവൾ അടുത്ത ഉരുള പാത്രത്തിലേക്ക് തന്നെ വീണുപോയി. എന്താ? പെണ്ണൊന്ന് കണ്ണുമിഴിച്ചു. അല്ല, നീ പേടിപ്പിച്ചപ്പോ ഞാനങ്ങ് പേടിച്ചു ചുരുണ്ടുപോയി എന്നല്ലേ ഇപ്പൊ നമ്മളുടെ മനസ്സിൽ. അത് വേണ്ടാന്ന് ഞാൻ പറഞ്ഞതാണ്. അത് കേട്ടതും പെണ്ണ് ശരിക്കും ഞെട്ടിപ്പോയി. താൻ മനസ്സിൽ ചിന്തിച്ച കാര്യങ്ങളൊക്കെ എങ്ങനെ ഇത്ര കൃത്യമായി? അവളുടെ ആ ഇരിപ്പ് കണ്ടപ്പോൾ തന്നെ അവന് മനസ്സിലായി സംഭവം തന്റെ ഊഹം ശരിയാണെന്ന്. ഞാൻ അങ്ങനെയൊന്നും കരുതിയില്ല. നെറ്റിയിലൂടെ ഒഴുകിയിറങ്ങിയ വിയർപ്പ് തുള്ളികളെ പുറം കൈയാലെ തുടച്ചു കളയുമ്പോഴും അവൾ ആ സത്യം അംഗീകരിച്ചില്ല. നിന്നെ എനിക്ക് നിന്നേക്കാൾ കൂടുതൽ അറിയാമെന്ന് മറന്നിട്ടാണോ? അത് ചോദിക്കുമ്പോൾ അവന്റെ കണ്ണുകൾ അവളിൽ തന്നെ ഉറച്ചു നിന്നു. നോക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ കണ്ണിലെ തീക്ഷ്ണതയിൽ അവൾ പെട്ടെന്ന് മിഴികൾ മാറ്റി. ചുമ്മാതാ, എന്നെ അറിയാമെങ്കിൽ പിന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തുമോ? പറയുന്നത് പരിഭവമാണെങ്കിലും മുഖവും ചുണ്ടുകളും അവളുടെ മനസ്സവന് മുന്നിൽ വെളിവാക്കി. സങ്കടം മാറി അവിടെ പരിഭവം നിറയുന്നത് അവൻ കണ്ണു നിറയെ കണ്ടു. ഇതിനിടയിൽ എപ്പോഴോ രണ്ടിഡലി കഴിഞ്ഞിരുന്നു. മൂന്നാമത്തെ ഇഡലി സാമ്പാറും കൂട്ടി കുഴച്ച് വായിലേക്ക് വെക്കുമ്പോഴാണ് അവളുടെ കൈ ആകെ ഉറിഞ്ചിക്കൊണ്ടവൻ കഴിക്കുന്നതെന്ന് പെണ്ണിന് തോന്നിയത്. ആദ്യം തോന്നിയ സംശയം സത്യമായിരുന്നു എന്ന് അടുത്തതും അതിനടുത്ത തവണ കൊടുക്കുന്നതിൽ നിന്ന് മനസ്സിലായി. അറിയാതെ അവൻ ചെയ്തപ്പോൾ ഉണ്ടാകാത്ത തരിപ്പ് ഈ 2 തവണയും അവളെ വല്ലാതെയാക്കി. എന്നാൽ പെണ്ണിന്റെ പേടിയും വെപ്രാളമൊക്കെ ഒരുവനെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നുണ്ടായിരുന്നു. നീ എന്റെ പഴയ ധാത്രിയാകും പെണ്ണെ. ഞാനൊന്ന് തൊട്ടാൽ ഉയിരും ഉടലും എന്നിലായി ഉരുകി ഒലിക്കുന്ന എന്റെ പെണ്ണാവും. ഇത്തവണ അവളെ നോക്കുമ്പോൾ അത്രയും അവന്റെ കണ്ണുകളിൽ വല്ലാത്തൊരു ലഹരി പിടഞ്ഞു മാറി. ഇച്ഛായെന്നോ? ആരെ? നേരം ഇത്തിരി കഴിഞ്ഞപ്പോഴാണ് ഉത്തരയ്ക്ക് അവൻ പറഞ്ഞത് അങ്ങോട്ട് ശരിക്കും മനസ്സിലാവുന്നത്. എന്നെ അല്ലാതെ വേറെ ആരെ? ഉവ്വ, എന്റെ പാട്ടി വിളിക്കും. ശരിക്കും മനസ്സിൽ തോന്നിയത് അവൾ അങ്ങ് വിളിച്ചു പറയുകയായിരുന്നു. ഇങ്ങനെ എന്തെങ്കിലും അവൾ പറയുമെന്ന് കരുതിയെങ്കിലും അത് മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ അഗ്നി വല്ലാതെയായി. ഇച്ഛായാന്നേ? അതും ഈ ഞാൻ? അവൾക്ക് ചിരി വന്നു. വേണ്ട, വിളിക്കണ്ട. കാര്യവും അവന്റെ ഭാര്യയ്ക്ക് അവനെപ്പോലൊരു വൃത്തികെട്ടവനെ ഭർത്താവായി കിട്ടിയതിലുള്ള നിന്റെ സങ്കടമൊക്കെ നീ പറഞ്ഞതുപോലെ തന്നെ അവനോട് പോയി പറഞ്ഞേക്കാം. അപ്പൊ പ്രശ്നം തീരുമല്ലോ.
അവളുടെ റിയാക്ഷനിൽ അത്യാവശ്യം നല്ലോണം ചമ്മിയെങ്കിലും അത് പുറത്തു വരാതെ അവൻ പുച്ഛത്തിൽ പറഞ്ഞതും അവളുടെ തലയിൽ വെള്ളിടി വെട്ടി. ഞാനത് ചുമ്മാ പറഞ്ഞതാണെന്ന് പറയും. വംശി സാറിന് മനസ്സിലാവും. അവളെ പിടിച്ചു നിൽക്കാൻ വേണ്ടി പിന്നെയും ധൈര്യം കാട്ടി പറഞ്ഞു. ഓഹോ, എങ്കിൽ നമുക്ക് നോക്കിയിട്ട് തന്നെ കാര്യം. അവൻ പിന്നെയും വാശി വെച്ചതും അവൾ ആകെ കുഴങ്ങി. പിന്നെ മനസ്സിലാവും. ഒരു കാര്യം ചെയ്യാം, പിന്നത്തേക്ക് കാക്കണ്ട, ഇപ്പൊ തന്നെ പോയി നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞേക്കാം. അവസാന മാർഗം എന്ന നിലയിൽ അത് പറഞ്ഞുകൊണ്ട് അഗ്നി എഴുന്നേറ്റതും പെണ്ണി ഓടി പിടിച്ചുകൊണ്ട് പോയവന്റെ കയ്യിൽ പിടിച്ചു നിർത്തി. നിങ്ങൾ ഇത് എന്നാ കാണിക്കാൻ പോവാ? വേറെന്ത് കാണിക്കാൻ? നീ പറഞ്ഞ കാര്യങ്ങൾ പറയാൻ പോകുന്നു. നിങ്ങൾ ഇത്രയും ദുഷ്ടനാകല്ലേ അഗ്നി സർ. ആകും. അവൻ വാശിയിൽ തന്നെ നിന്നു. ഇപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഞാൻ നിങ്ങളെ ഇച്ചായാന്ന് വിളിക്കണം, അത്രയല്ലേ ഉള്ളൂ. ശരി, സമ്മതിച്ചു. എന്ത്? എത്ര വേണ്ടെന്ന് വെച്ചിട്ടും അവന്റെ കണ്ണുകൾ വിടർന്നു. ഇനി മുതൽ ഞാൻ നിങ്ങളെ ഇച്ചായാന്നേ വിളിക്കത്തുള്ളൂ. ഇഷ്ടമില്ലാത്ത കാര്യം കഷ്ടപ്പെട്ട് ചെയ്യുന്ന അവസ്ഥയിലായിരുന്നു അവൾ ആ നേരം. ഓക്കെ, എങ്കിൽ വിളിച്ചേ. നല്ല തെളിഞ്ഞ മുഖവുമായി അവൻ അവളുടെ മുന്നിൽ കയ്യും കെട്ടി നിന്നു. അയ്യേ, അതങ്ങനെ പെട്ടെന്നൊന്നും വിളിക്കാൻ പറ്റില്ല. എപ്പോഴെങ്കിലും സമയവും സാഹചര്യവും ഒത്തുവരുമ്പോ ഞാൻ വിളിച്ചോളാം. പെണ്ണ് പിന്നെയും ചിണുങ്ങി. മതി, അത് മതി. എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി നമ്മുടെ മനസ്സമ്മതം കഴിഞ്ഞിട്ട് നീ എന്നെ അങ്ങനെ വിളിച്ചാൽ മതി. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ നീ നേരത്തെ വിളിച്ചു ശീലിക്കുന്നത് നല്ലത്. അല്ലെങ്കിൽ പിന്നെ അപ്പന്റെയും മമ്മിയുടെയും ഒക്കെ മുന്നിൽ കാര്യം എത്തുന്ന നേരത്ത് നീ ഇങ്ങനെ നീട്ടിപ്പിടിച്ച് അഗസ്തി സർ എന്ന് വിളിച്ചേക്കും. ശീലം അതാണല്ലോ. അപ്പൊ ചിലപ്പോ അമ്മച്ചി വേണേ നമ്മൾ ഈ ശരിക്കും പ്രേമിച്ചിട്ടാണോ കെട്ടുന്നത് എന്നൊക്കെ ചോദിച്ച് ആകെ സംശയത്തോടെ നോക്കിയെന്ന് വരും. അതുകൊണ്ട് കൊച്ചൊരു നിമിഷമെങ്കിൽ ഒരു നിമിഷം മുന്നേ എന്നെ ഇച്ഛായാന്ന് വിളിച്ച് ശീലിച്ചോ. അല്ലെങ്കിൽ പിന്നെ കല്യാണം കഴിയുമ്പോൾ നിനക്ക് തന്നെയാവും പ്രശ്നം. എന്റെ അമ്മച്ചിക്ക് ഞാനെന്ന് വെച്ചാൽ വലിയ കാര്യമാന്നേ. ഒപ്പം പഴയ ചിന്താഗതിക്കാരും. ഇപ്പോഴത്തെ ഈ കെട്ടിയോടെയും കെട്ടിയോന്മാരുടെയും കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പേര് വിളിക്കുന്നതൊന്നും പുള്ളിക്കാരിക്ക് പിടിക്കുകയല്ല. സോ ഇൻ ടോട്ടൽ ഞാൻ പറഞ്ഞു വന്നത്, കൊച്ചെന്നെ ഇപ്പൊ മുതൽ ഇച്ഛായെന്നങ്ങ് വിളിച്ചോ. കാര്യം നിനക്കിത്തിരി ബുദ്ധിമുട്ടൊക്കെ വരുമെങ്കിലും ആ ബുദ്ധിമുട്ട് നമ്മുടെ ഭാവിയെ ആലോചിച്ചാൽ അങ്ങ് തീരുവന്നേ. അപ്പൊ ഞാൻ ഈ പറഞ്ഞതിനെ പറ്റിയൊക്കെ കൊച്ച് വിശദമായിട്ടൊന്ന് ആലോചിക്ക്. എന്നിട്ട് ഇപ്പൊ മുതലങ്ങ് വിളിച്ചു തുടങ്ങിക്കോ. എങ്ങനെ? ഒരൊറ്റ വായിൽ അവൻ ഇത്രയും കാര്യങ്ങളൊക്കെ കൂട്ടി പറഞ്ഞു നിർത്തതും പെണ്ണ് കിളി പാറിയ പോലെ അവന്റെ മുഖത്തേക്ക് മാത്രം നോക്കി നിന്നുപോയി. താൻ പറയുന്നതൊക്കെ കേട്ട് അന്തം വിട്ടു നിൽക്കുന്ന പെണ്ണിനെ കണ്ടവന് ചിരി വരുന്നുണ്ടായിരുന്നെങ്കിലും ഈ നിമിഷം എന്തെങ്കിലും പറഞ്ഞു പോയാൽ അവൾ എങ്ങനെ പ്രതികരിക്കുമെന്നറിയാത്തതുകൊണ്ട് അവൻ അവളുടെ കവിളിലൊന്ന് തട്ടി. ആ നിൽപ്പ് കണ്ടതും അഗ്നിക്ക് പിന്നെയും ചിരി പൊട്ടി. ഇനി ഇവിടെ നിന്നാൽ നിന്റെ കൈ എന്റെ മുഖത്ത് വീഴുമെന്ന് എനിക്കറിയാം. എന്നാ ഇനി ഞാൻ പോവാന്നേ. അവൻ അവൾക്കടുത്തേക്ക് ഇത്തിരി കൂടി നീങ്ങി ആ കവളിൽ അമർത്തി ഉമ്മ വെച്ചു. ആഗ്രഹം കൊണ്ടാ കൊച്ചേ, നീ ഈ ഒരെണ്ണം വേണമെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചോ. പറഞ്ഞുകൊണ്ട് അവൻ ആ ഭാഗത്ത് നിന്ന് തന്നെ ഓടി. കുഞ്ഞാവാ, മാമുണ്ട് കഴിഞ്ഞെങ്കിൽ ഫയലിങ് തന്ന ഉപകാരമായിരിക്കുന്നു. ഇരിക്കുക ഒരു കുണുവാവ കളിക്കാൻ. തന്നെ കണ്ടപ്പോഴേ അവൾ പോയെന്ന് കണ്ടതും അഗ്നി പല്ലും ഞറുമി അവന്റെ കയ്യിൽ നിന്നും ഫയൽ തട്ടിപ്പറിച്ചു. അതെ, എന്റെ കണ്ണും ചെവിയും എപ്പോഴും തുറന്നാണിരിക്കുന്നതെന്ന് നല്ല ബോധ്യം വേണം. നീ അവിടെ ആ പെണ്ണിനോട് കുറുകുന്നത് ഞാൻ കണ്ടില്ല എന്ന് വെച്ചാണ് ഈ ജാട കാണിക്കുന്നെങ്കിൽ പൊന്നു മോനെ ഡോക്ടറെ, കഴുത്തെ പിടിച്ചാൻ ദൂരെ എറിയും. പറഞ്ഞില്ലെന്ന് വേണ്ട. അപ്പൊ കണ്ടല്ലേ? അഗ്നി ഒന്ന് ചമ്മി. ഓ, നല്ല വേടിപ്പായിട്ട്. ഇവിടെ ഒരുവനും പുച്ഛം അല്പം പോലും കുറച്ചില്ല. തെണ്ടി. അല്ലെങ്കിൽ ഇവന് 10 ചെവി 1000 കണ്ണുമാണെന്ന് ഞാൻ ഓർക്കണമായിരുന്നു. ഇനിയിപ്പം എന്ത് പറഞ്ഞാവും വലിച്ചു കീറുക. ആകെ നാണം കെട്ടല്ലോ എന്ന ചിന്തയിൽ അഗ്നി വംശിയെ നോക്കാതെ നിന്നതും വംശി ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് അവന്റെ തോളിൽ തട്ടി. ഇരുന്ന് വാങ്ങാനുള്ളതൊക്കെ കഴിഞ്ഞല്ലോ, എങ്കിൽ ഇവിടെ നിന്നൊന്ന് പോയി തരാമോ? അവന്റെ കളിയാക്കൽ കൂടിയായതും അഗ്നി ചാടി തുള്ളി പുറത്തിറങ്ങി. എടാ നിന്നേ, ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. ലിഫ്റ്റിലേക്ക് കയറാൻ തുടങ്ങിയവനെ പിടിച്ചു നിർത്തിയുള്ള വംശിയുടെ ചോദ്യത്തിൽ അവന്റെ കണ്ണുകളൊന്ന് കൂർത്തു. അതെ, ഈ മുറിവ് എത്ര ദിവസത്തിനുള്ളിൽ ശരിയാവും? ഗ്ലാസ്സിലൊക്കെ ഇടിച്ച് ആത്മാർത്ഥത കാണിച്ചല്ലേ, അതുകൊണ്ട് മിനിമം ഒരു 10-15 ദിവസം എടുക്കും. പക്ഷെ നിനക്കിതൊക്കെ ചീള് കേസല്ലേ, സ്വഭാവത്തിന് നാളെ തന്നെ ഊരിക്കളയുമല്ലോ. നോ. ഏ? പ്രതീക്ഷിക്കാതെ കേട്ട നോയിൽ അഗ്നി അവനെ ഞെട്ടിക്കൊണ്ടു നോക്കി. എന്ത്? നീ എന്തിനാ ഇപ്പൊ നോ പറഞ്ഞത്? അത് നാളെ ഞാനിത് ഊരിക്കളയില്ല എന്ന് പറയാൻ. ബട്ട് വൈ? വംശി ഒന്ന് പുഞ്ചിരിച്ചു. ഒരുപാട് അർത്ഥങ്ങൾ ഒളിപ്പിച്ചു വെച്ച പുഞ്ചിരി. വാട്ട്?
വാട്ടും കെട്ടും ഒന്നും പറഞ്ഞിട്ട് ഞാൻ പറയുന്നത് പൊന്നുമോൻ ചെവി തുറന്ന് കേട്ടോ. അവൻ എന്താകും പറയാൻ പോകുന്നത് എന്നുള്ള ആകാംക്ഷയിൽ അഗ്നി ആ കണ്ണിലേക്ക് നോക്കി. ഈ മുറിവ്, ഇത് ഭയങ്കര വലിയ മുറിവാണ്. അത് പോർക്കണമെങ്കിൽ മിനിമം 2 മാസമെങ്കിലും എടുക്കും. ആര് പറഞ്ഞ്? ഞെട്ടിപ്പോയി അഗ്നി. പുല്ല് സമ്മതിക്കത്തില്ല. എടാ നല്ല മോനെ, ഞാൻ പറയുന്നത് നീ കേട്ടാൽ മാത്രം മതി, ചോദ്യം വേണ്ട. നിമിഷം കൊണ്ട് തുള്ളിയവനെ കണ്ട് അഗ്നി ഒന്ന് പതറി. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഇത് ഭയങ്കര വലിയ മുറിവാണ്. നേരെ ആവാനേ നല്ല പാടാ. അതല്ല, പെട്ടെന്ന് മാറണമെങ്കിൽ ഒരു കൈ ഈ ഒരു കാര്യത്തിനും അനങ്ങാൻ പാടില്ല. അത്രയും സൂക്ഷിക്കണം. അങ്ങനെ വളരെ കാര്യമായി ആ കൈയെ നോക്കിയാൽ ചിലപ്പോൾ മാത്രം, ഉറപ്പില്ല, എന്നാലും ഏതാണ്ട് ഒരു 10% കൈ അതിനു മുന്നേ നേരെയാവാൻ ചാൻസ് ഉണ്ട്. അത് എന്നെ നോക്കുന്ന ആളുടെ ആത്മാർത്ഥതയെ അനുസരിച്ചിരിക്കും. വളരെ നാടകീയമായി പറയുന്ന എന്റെ മുഖത്തെ ഭാവങ്ങൾ കാണെ അഗ്നിക്ക് ചിരി പൊട്ടി. ഓ ഓ ഓ ഓ അങ്ങനെ. കാര്യം മനസ്സിലായ പോലെ അഗ്നി ഇരുവശത്തേക്കും തലയാട്ടി. മതി ആട്ടിയത്. അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഹൂ അമ്പ്രാ. ഓച്ചാനിച്ച് നിൽക്കും പോലെ അഗ്നി കളിയാക്കി. ഇതൊക്കെ ഇപ്പൊ തന്നെ നീ ധാത്രിയോട് പറഞ്ഞിട്ട് അവിടെ നിന്നും പോയാൽ മതി. അല്ലെങ്കിൽ പിന്നെ നീ വന്ന് ഇതൊക്കെ അവളോട് പറഞ്ഞു മനസ്സിലാക്കുന്ന സമയം വരെ ഞാൻ നോക്കിയിരിക്കണം. അതുവരെ ചിലപ്പോ എനിക്ക് കിട്ടാനുള്ള അറ്റൻഷന്റെ അളവ് കുറഞ്ഞെന്ന് വരാം. ദാറ്റ് ഐ കാണ്ട് അഫോർഡ്. പരിഭവം പറയുന്നതിന്റെ മുഖത്ത് അത്രയും ആ ഉരുവളോടുള്ള പ്രണയം നിറഞ്ഞു തുളുമ്പുകയായിരുന്നു. അപ്പൊ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എന്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നന്ദി.